ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നിങ്ങളോടൊപ്പം ഈ രാത്രിയിൽ കർത്താവിനെ ആരാധിക്കാനും ദൈവ ശുശ്രൂഷയുടെ പങ്കുവഹിപ്പാനും ദൈവം തന്നിരിക്കുന്ന വിലപ്പെട്ട അവസരം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൽ കണ്ടുമുട്ടിയ കാലം തൊട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ വി.ടി. എബ്രഹാം അവറുകൾ, കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി, ആ കുടുംബത്തോടുള്ള സ്നേഹവന്ദനം ഞാൻ പ്രാരംഭമായി അറിയിക്കുകയാണ്. 1979 മുതൽ ദൈവസ്നേഹത്തിൽ കാണുകയും പ്രത്യേകിച്ച് എൻ്റെ മാതൃസഭയായ ചെന്നിത്തല ദൈവസഭയിൽ നടന്നിട്ടുള്ള കൺവെൻഷനുകളൊക്കെ ആ കാലത്ത് 79, 80, 81, 82 കാലയളവിൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കോശിവൈദ്യൻ അവറുകൾ ഞങ്ങളുടെ മാതൃസഭയിലെ സ്ഥിരം ശുശ്രൂഷ, കൺവെൻഷൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, കേരളക്കരയിൽ വിശ്രമമില്ലാതെ ഒരു കാലത്ത് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറായി ഓടി നടന്ന് സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഓടി നടന്ന് ദൈവത്തിൻ്റെ കരത്തിൽ ഉപയോഗിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ശക്തിയേറിയ വചനം, മൂർച്ചയേറിയ വചനം, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഒരു കാഹള ശബ്ദം പോലെ ആമി മുഴങ്ങിക്കേട്ട ഒരു ഉപകരണമായിരുന്നു പാസ്റ്റർ കോശിവൈദ്യൻ അവറുകൾ. ആ ദൈവദാസനോട് ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ ഒരുമിച്ചായിരിക്കാൻ കഴിയുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ദൈവത്തെ ഞാൻ വാഴ്ത്തുകയാണ്. താൻ സൗഖ്യമില്ലാതെ ചില വർഷം മുമ്പായപ്പോൾ ഫിലദൽഫിയയിലായിരുന്നപ്പോൾ തന്നെക്കുറിച്ചറിയുകയും ഞാൻ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ വേല ശുശ്രൂഷിക്കുന്ന ബോംബെ ദൈവസഭയിലും ദൈവദാസൻ്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഇടയായിട്ടുണ്ട്. ഇത്രത്തോളം സൗഖ്യത്തോടെ കാണാനിടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കോശിവൈദ്യൻ സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാസനോടുള്ള ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവസഭയിലെ എല്ലാ വിലപ്പെട്ട ആമി മാന്യ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, പ്രായമുള്ള മാതാപിതാക്കൾക്ക് ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. 2023 ഞാൻ ഈ സഭയിൽ വന്ന് ഒരു ശനിയാഴ്ചയും ഞായറാഴ്ചത്തെ വിശുദ്ധ ആരാധനയിലും ദൈവത്തെ ആരാധിപ്പാൻ, ശുശ്രൂഷിപ്പാൻ ദൈവമിടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ മാസം 22-ാം തീയതി സൺഡേ വെളുപ്പിനെ 4 മണിക്ക് ഞാൻ ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഞാൻ ശുശ്രൂഷിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നത് ബോംബെ വിക്രോളി എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ 27 വർഷമായി ആ പ്രദേശത്ത് പാർത്ത് കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, ഒരു കൂടിവരവും മലയാളികളും മറാഠികളും ഹിന്ദിക്കാരുമായവർ അവിടെ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്നു. കഴിഞ്ഞ ജൂൺ 19, 20, 21, 22 4 ദിവസത്തെ ശുശ്രൂഷയ്ക്കായി അവിടെ ന്യൂ ബോംബെ പനവേലിന് അടുത്തുള്ള ഒരു സഭയിൽ, IPCയുടെ സഭയാണ്, എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിരുന്നു. ആ 4 ദിവസവും ഞാൻ അവിടെയുള്ള ദൈവദാസനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആമി പാഴ്സനേജിൽ പാർത്തുകൊണ്ടാണ് ശുശ്രൂഷിപ്പാനിടയായത്. വ്യാഴാഴ്ച പകലും രാത്രിയും ശുശ്രൂഷിച്ചു, വെള്ളി പകലും രാത്രിയും ശുശ്രൂഷിച്ചു, ശനി പകലും രാത്രിയിലും ശുശ്രൂഷിച്ചു. അനേകർ ആ ദിവസങ്ങളിൽ വിടുവിക്കപ്പെടാനിടയായി. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട 3 ആത്മാക്കൾ ആ ദിവസങ്ങളിൽ വിടുവിക്കപ്പെടാനിടയായി. പല രോഗികൾ സൗഖ്യമാകാനിടയായി. പിന്മാറ്റക്ക് പോയ, അന്യ ഉപദേശത്തിലേക്ക് പോയ ചില യുവാക്കന്മാർ മടങ്ങി യഥാസ്ഥാനപ്പെട്ട് ദൈവസഭയിൽ വരാനിടയായി. ചിലർ സ്നാനത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ദിവസങ്ങളുമായിരുന്നു. അങ്ങനെ ദൈവം വളരെ കൃപയുടെ വ്യാപാരം ആ ദിവസങ്ങളിൽ ശുശ്രൂഷയിൽ കൂടെ ജനത്തിന്മേൽ അയച്ചു. വചനത്താലും ജനത്തെ ദൈവം പോഷിപ്പിച്ചു. സൺഡേ ഞാൻ ശനിയാഴ്ച രാത്രിത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വളരെ പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ച് പാഴ്സനേജ് വന്ന് കുളിച്ച് ഉറങ്ങുമ്പോൾ ഏതാണ്ട് 1 മണിയോളമായി ഉറങ്ങാൻ കിടക്കുമ്പോൾ വെളുപ്പിനെ 4 മണിക്ക് ഞാൻ ഉറക്കത്തിൽ കിടക്കുമ്പോൾ നെഞ്ചിനകത്ത് വേദന ആരംഭിച്ചു. ഗ്യാസിൻ്റെ ആണെന്ന് വിചാരിച്ച് ഞാൻ കിടത്തി തന്നെ കിടന്നുകൊണ്ട് സ്തോത്രം പറഞ്ഞ് നെഞ്ചു തിരുമാൻ തുടങ്ങി. പക്ഷേ ഓരോ സെക്കൻഡ് കഴിയും തോറും വേദനയുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വന്നു. ആ വേദന എൻ്റെ നെഞ്ചിനകത്തിൽ വളരെ ശക്തമായി മുഴുവൻ വ്യാപിക്കാനും എൻ്റെ പെടലിലേക്ക് അത് വ്യാപിച്ചിട്ട് എൻ്റെ താടിയിലേക്ക് ആ വേദന വ്യാപിച്ച്
എൻ്റെ ഇടത് കൈയിലോട്ട് ആ വേദന വ്യാപിക്കാനിടയായി. അപ്പോൾ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ ഡോറ് തുറന്ന് ആ പാസ്റ്ററെ വിളിച്ചു. അദ്ദേഹവും തൻ്റെ ഭാര്യ എഴുന്നേറ്റു. പെട്ടെന്ന് എനിക്ക് ചൂടുവെള്ളം വേണം, ചൂടുവെള്ളം തന്നു. അവരെൻ്റെ നെഞ്ചു തിരുമ്മി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്നെ ഒരു മരണശക്തി കൊണ്ടുപോകാൻ എൻ്റെ മേൽ വെല്ലുവിളി നടത്തുന്നുണ്ടെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അപ്പോൾ തന്നെ എൻ്റെ ഒരു സൈഡിൽ മറ്റൊരാൾ നിന്ന് എന്നോട് പറയുന്നു, നിന്നെ ഞാൻ വിട്ടുകൊടുക്കുകയില്ലെന്ന്. നിന്നെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. 4 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ വേദന എന്നെ അതിശക്തമായി വ്യാപരിച്ച് എൻ്റെ ശരീരമെല്ലാം വിയർക്കാൻ തുടങ്ങി. ആ പാർശ്വം ഭാര്യയും വളരെ വിഷമത്തിലായി. ഞാൻ നിങ്ങൾ വിഷമിക്കണ്ട, എന്നെ 2 ശക്തികൾ എൻ്റെ പ്രാണന് വേണ്ടി അവകാശം പറയുന്നുണ്ട്. ഒന്ന്, എന്നെ കൊണ്ടുപോകുമെന്ന് പറയുന്ന ഒരു ശക്തിയും, 2, എന്നെ വിട്ടുകൊടുക്കയില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയും എൻ്റെ സമീപമുണ്ട്. ആ വ്യക്തി ആരാന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ ഈ 64-ാമത്തെ വയസ്സ് വരെ എന്നെ താങ്ങിയ ദൈവമാണ്. 8:30 മണി വരെ ആ വേദന എൻ്റെ മേൽ നിന്നു. ആ പാർശ്വം ഭാര്യ അടുത്തും വലത്തും നിന്ന് നെഞ്ചു തിരുമുകയും കൈ തിരുമുകയും ഒക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു, ഭാര്യപ്പെടേണ്ട, ദൈവം എന്നെ വിട്ടുകൊടുക്കുകയില്ലെന്ന് പറഞ്ഞു. 8:30 മണി കഴിഞ്ഞപ്പോൾ വേദനയ്ക്കൊരല്പശമനം വന്നു. അപ്പോഴും എൻ്റെ ഷോളറും എൻ്റെ ഈ താടിക്കൊക്കെ അല്പ അസ്വസ്ഥതകൾ, വേദന ഇങ്ങനെ നിൽക്കുന്നുണ്ട് നെഞ്ചിനകത്തും. എന്നാലും വേദനയുടെ കാഠിന്യം കുറഞ്ഞു. ഞാൻ പറഞ്ഞു, ആശ്വാസം ദൈവം തന്നിട്ടുണ്ട്. അപ്പം ആ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ ടാക്സി പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കട്ടെ, വിക്രോളി കൊണ്ട്. ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങളുടെ കൂടെ ആരാധിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവരോടൊപ്പം ഞാൻ ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്ത് കുളിച്ച് ഞാൻ എൻ്റെ ഡ്രസ്സ് മാറി അവരോടൊപ്പം അവരുടെ വണ്ടിയിൽ, അവരുടെ ആരാധന നടക്കുന്ന ഒരു സ്കൂളിലാണ്, ഞാൻ അവരോടൊപ്പം ആരാധനയ്ക്ക് പോയി. എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് ശുശ്രൂഷിക്കാമോ? ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ സ്ഥിതിയിൽ പറ്റത്തില്ല. ആരാധന ആ ടൈമിൽ എന്തെങ്കിലും ഇപ്പോൾ ആയിരിക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസം തോന്നി ദൈവം തന്നാൽ, ദൈവം എഴുന്നേൽപ്പിച്ചാൽ ഞാൻ ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞു. പുള്ളി പ്രാർത്ഥിച്ച് ആരംഭിച്ചു. ഒന്ന് തിരുവത്താഴമുണ്ട്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസമാണ്. ആമീ. ഒരു 12 മണിയായപ്പോൾ തിരുവത്താഴമെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് ശുശ്രൂഷിക്കാമോ? ഞാൻ പറഞ്ഞു, ദൈവം എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ ഞാൻ ശുശ്രൂഷിക്കാം. വിശ്വാസത്താൽ ഞാൻ എഴുന്നേറ്റു. 12 മണി തൊട്ട് പിന്നീട് പ്രസംഗിച്ചത് ഞാനല്ല, ക്രിസ്തു പ്രസംഗിച്ചു. 1:45 മണി വരെ, 1:45 മണിക്കൂർ ദൈവം എന്നെ കൊണ്ട ജനത്തിൻ്റെ മധ്യേ ഏതാണ്ട് 170-175 ആത്മാക്കൾ ആരാധനയിലുണ്ടായിരുന്നു. ദൈവം എന്നെ കൊണ്ട് ശുശ്രൂഷിപ്പിച്ച് 1:45 മണിക്കൂർ. അതിനുശേഷം ഞാൻ ശരീരത്തിൽ വളരെ ബലഹീനത അനുഭവപ്പെട്ട് ഞാൻ കസേരയിലിരുന്നു. അനേകരും പ്രാർത്ഥിക്കാൻ മുമ്പിൽ വന്നു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാവരുടെയും തലയിൽ കൈവച്ച് ഒരു സ്തോത്രം പറഞ്ഞ് വിട്ടു. ഭക്ഷണമുണ്ടായിരുന്നു. ഒരല്പം ചോറും അവിയലും കാച്ചിമോരും കൂട്ടി കഴിച്ചു. വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പാഴ്സനേജ് വന്നു. എൻ്റെ തുണിയും പെട്ടിയെടുത്ത് ഒരു കാറ് പിടിച്ചു തന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊണ്ടുവിടണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. കാറ് പിടിച്ചു തന്നു. ടാക്സിയെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂറോളം യാത്ര ചെയ്യണം. ആ ടാക്സിയെ ഞാൻ വീട്ടിൽ ചെന്നു. ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചു. പിറ്റേ ദിവസം എൻ്റെ ഇളയ മരുമകൻ കുവൈറ്റിൽ നിന്ന് വരികയാണ്. അവനെ ബോംബെ എയർപോർട്ടിൽ പോയി വിളിക്കണം. അപ്പം നേരത്തെ തന്നെ ഞങ്ങൾ നാട്ടിൽ പോയി. എൻ്റെ പിതാവ് ചെന്നിത്തല എൻ്റെ കുടുംബത്തിലുണ്ട്. എൻ്റെ പിതാവിന് 102 വയസ്സിപ്പോഴുണ്ട്. എൻ്റെ പിതാവിനെ കാണാൻ പോകാൻ ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു, കുടുംബമായിട്ട് ഒരുമിച്ച് പോകാൻ. അപ്പോൾ മരുമകൻ പിറ്റേ ദിവസം വന്ന് 23-ാം തീയതി അവനെ രാവിലെ ബോംബെ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്തുകൊണ്ട് വന്നു. 24-ാം തീയതി ചൊവ്വാഴ്ച ഞങ്ങൾ ഒരുമിച്ച് നേത്രാവതി ട്രെയിനിൽ ഞങ്ങൾ കേരളത്തിലേക്ക് യാത്ര ചെയ്തു. അപ്പോഴൊക്കെ എൻ്റെ ശരീരത്തിൽ കുറേ അസ്വസ്ഥതകൾ നിലനിൽക്കുകയായിരുന്നു. നേരത്തെ പോയി കായംകുളം സ്റ്റേഷനിൽ നിന്ന് ടാക്സി പിടിച്ച് മാവേലിക്കര വീട്ടിലേക്ക് വരുമ്പോൾ ആ ടാക്സിക്കാരൻ എന്നോട് ചോദിച്ചു, എന്നെ പരിചയമുള്ള ആളാണ്, അച്ഛൻ എന്ത് പറ്റി, വല്ലാത്തൊരു ക്ഷീണം തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇച്ചിരി അസ്വസ്ഥത ശരീരത്തിന്മേലുണ്ട്. എന്തുവാന്ന്? ഞാൻ പറയുന്ന പോലെ അച്ഛൻ വെച്ചുകൊണ്ടിരിക്കുക, അച്ഛനെ കണ്ടിട്ട് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു, അച്ഛൻ നാളെ തന്നെ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോക്കട്ടെ, ദൈവം അനുവദിച്ചാൽ കാണാം. എന്തിന് അദ്ദേഹം എന്നെ വീട്ടിൽ കൊണ്ടിറക്കിയിട്ട് അദ്ദേഹം തന്നെ ചെങ്ങന്നൂർ കല്ലിശ്ശേരി KM ചെറിയാൻ്റെ ഹോസ്പിറ്റലിലെ ഡോക്ടർ മധു പൗലോസിന് ഫോൺ ചെയ്ത് സംസാരിച്ചിട്ട് എനിക്ക് ഫോൺ തന്നു. ഡോക്ടർ പറഞ്ഞു, പാസ്റ്റർ നാളെ തന്നെ വാ, ഞാനൊന്ന് കാണട്ടെന്ന് പറഞ്ഞു.
പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ പോയി. താൻ ചെയ്യാവുന്ന ചെക്കപ്പുകളെല്ലാം പരിശോധന ചെക്കപ്പെല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അച്ഛനെ ദൈവം മരണത്തിൽ നിന്ന് വിടുവിച്ചതാന്ന് പറഞ്ഞു. ദൈവം അച്ഛനെ മരണത്തിൽ നിന്ന് വിടുവിച്ചതാ. അച്ഛന് സംഭവിച്ചത് ഒരു മെയിൻ അറ്റാക്കായിരുന്നു എന്ന് പറഞ്ഞു. അച്ഛനിപ്പോൾ ജീവനോട് ഇരിക്കുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാന്ന് പറഞ്ഞു. മനസ്സിലായോ? താൻ പരിശോധിച്ചു. അച്ഛന് 2 ബ്ലോക്കുണ്ട്. 90% ഉള്ള 2 ബ്ലോക്കാണ്. അത് നീക്കം ചെയ്ത് സ്റ്റെൻത്ത് ഇടണം. അതിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. 2 ബ്ലോക്കും നീക്കം ചെയ്ത് സ്റ്റെൻത്ത് ഇട്ടു. ആ സമയവും ഡോക്ടർ കൂടെ നിൽക്കുന്ന തലമുറയോടും കുടുംബത്തോടും പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഇത് നീക്കം ചെയ്യുമ്പോൾ അച്ഛന് വീണ്ടും ഒരു അറ്റാക്ക് വരുമോ എന്ന് പുള്ളിക്കൊരു ചിന്തയോ ടെൻഷനുണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നീട് അറ്റാക്ക് വരാൻ ദൈവം അനുവദിച്ചില്ല. ആ സമയം എനിക്ക് എൻ്റെ എബിമോനെ, നിങ്ങളുടെ യൂത്ത് ഭാഷ ആയിരിക്കുന്നതാണ് എൻ്റെ മൂത്ത സന്തതി, അവനെ കാണണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ദൈവത്താൽ അവന് നിതുമോളും കടന്നു വന്നു. 2 ആഴ്ച എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അത് ജീവിതത്തിൽ വലിയ സന്തോഷമായിരുന്നു. ദൈവം വിടുതൽ തന്ന് വീണ്ടും താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് കടന്നു വരുവാനും, കഴിഞ്ഞ നാളുകളിൽ ഈ രാജ്യത്ത് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുന്ന പോലെ പാർശ്വ വീട് ഉൾപ്പെടെ എന്നെ അനേക ദൈവമക്കൾ താമസിപ്പിച്ചതാണ്. ഒരു വൈമനസ്യവുമില്ലാതെ ഞാൻ വന്നപ്പോഴൊക്കെ എന്നെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും സൽക്കരിക്കുകയും എന്നെ താമസിപ്പിക്കുകയും ചെയ്ത അനേക ദൈവമക്കൾ ദൈവദാസന്മാരുണ്ട്. എങ്ങും ആ കാര്യത്തിൽ എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ബുദ്ധിമുട്ടേണ്ട സ്ഥിതി വന്നിട്ടില്ല. എന്നാൽ ഈ പ്രാവശ്യം എൻ്റെ കുഞ്ഞിൻ്റെ ഭവനത്തിൽ, അവൻ്റെ വീട്ടിൽ കടന്നു വന്ന് വിശ്രമിപ്പാൻ ദൈവം ഇടയാക്കുന്നു. എനിക്ക് 3 മക്കളാണ്. മൂത്തതാണ് എബിമോന്. ഇളയ 2 പെൺമക്കളാണ്. മൂത്ത മകൾ കുടുംബമായി കാനഡയിൽ അവർ പാർക്കുന്നു. ഇളയ മകൾ ഇപ്പോൾ കുടുംബമായി അവർ നാട്ടിൽ ഞങ്ങളോടൊപ്പമുണ്ട്. ആമേൻ. എൻ്റെ കുഞ്ഞ് എബിമോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കടന്നുപോയ മരുഭൂമിയുടെ ശോധനയുടെ കഷ്ടതയുടെ നടുവിൽ, അന്ന് ഞങ്ങൾ ബോംബെയിൽ ഒരു വാടക റൂമിൽ താമസിക്കുകയാണ്. വാടക കൊടുക്കാൻ നിവർത്തിയില്ല. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ല. അവർക്ക് രാവിലെ ഒരു ബിസ്ക്കറ്റ് പോലും കൊടുത്ത് സ്കൂളിൽ വിടാൻ നിവർത്തിയില്ലാതെ ഭാരത്തിൽ കൂടെ കഷ്ടതയിൽ കൂടെ കടന്നുപോയ ഒരു മരുഭൂമിയുടെ കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അന്ന് ഞങ്ങളെ റൂമിൻ്റെ ഉടമസ്ഥൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്ന സ്ഥിതി വരെ വന്നു. 3 മാസത്തെ കണ്ടിന്യൂ വാടക കൊടുക്കാതായപ്പോൾ എന്നെ ഇറക്കി വിടുവാൻ ദൈവം അനുവദിച്ചില്ല. പൂനായിൽ എന്നെ ഒരു ശുശ്രൂഷയ്ക്കായി ദൈവസഭയെ വിളിച്ചൊരു 5 ദിവസത്തെ ശുശ്രൂഷയ്ക്കായി. ആ ടൈമിൽ വിശ്വാസത്താൽ ബീനായെയും കുഞ്ഞുങ്ങളെ ഞാൻ ആ റൂമിലാക്കിയിട്ട് അവർക്ക് 1 കിലോ അരി പോലും വീട്ടിൽ കാണാനില്ലാത്ത സ്ഥിതിയിലാണ് ഞാൻ പൂനായിലേക്ക് പോയത്. ദൈവത്താൽ സംഭവിച്ചു. പൂനായി പോയി 5 ദിവസത്തെ ശുശ്രൂഷ കഴിഞ്ഞു. സൺഡേയിലെ ആരാധനയും കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി ഞാൻ തിരിച്ച് വിക്രോളിൽ വന്നു. എനിക്ക് ദൈവമക്കൾ തന്നുവിട്ട ഭൗതിക നന്മ കൊണ്ട് 3 മാസത്തെ വാടക കൊടുത്തു. പിറ്റേ ദിവസം തിങ്കളാഴ്ച പോയി വീട്ടിലേക്ക് ആവശ്യമായ കുഞ്ഞുങ്ങൾക്കുള്ള അരിയും സാധനമൊക്കെ മേടിച്ചു. ആ സമയം ഞാൻ പൂനായി പോയ സമയത്ത് നിങ്ങളുടെ യൂത്ത് ഭാഷ ആയിരിക്കുന്ന എൻ്റെ മോൻ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി, നമ്മുടെ ഈ കഷ്ടതയും പ്രയാസവും എന്ന് തീരും? ഞങ്ങൾ എത്ര നാളിങ്ങനെ പട്ടിണി കിടക്കും? ഒരു ബിസ്ക്കറ്റ് പോലും ഇല്ലാതെ ഞങ്ങൾ എത്ര നാളിങ്ങനെ സ്കൂളിൽ പോകും? ഞാൻ 7ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് പപ്പായെ ഞാൻ സഹായിക്കായിരുന്നു. ബീനായ്ക്ക് വലിയ ഭാരമായി. ഞാൻ മടങ്ങി വന്നപ്പോൾ കുടുംബ പ്രാർത്ഥന തിങ്കളാഴ്ച രാത്രി ഇരിക്കുമ്പോൾ ബീന എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം മോൻ ഇപ്രകാരം പറഞ്ഞു. ഞാൻ അന്ന് രാത്രി കുഞ്ഞുങ്ങളോടും ഞങ്ങൾ 5 പേർ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എബിയോട് പറഞ്ഞു, മോനെ, നീ 7ാം ക്ലാസ് കൊണ്ട് പഠിത്തം നിർത്തേണ്ടവനല്ല. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും. ദൈവം നമ്മുടെ അവസ്ഥ മാറ്റും. ഈ മരുഭൂമി നമ്മൾ ജയിക്കണം. ഈ മരുഭൂമിയെ തരണം ചെയ്യണം. ഇത് തരണം ചെയ്തെങ്കിൽ മാത്രമേ ഒരു കനാൻ നമുക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ 7ാം ക്ലാസ് കൊണ്ട് പഠിത്തം നിർത്തേണ്ടവനല്ല. നീ അതിനപ്പുറത്തേക്ക് ദൈവത്താൽ മാനിക്കപ്പെടാനുള്ളവനാ. നീ കർത്താവിൻ്റെ വേല തന്നെ ചെയ്ത് ജീവിക്കേണ്ടവനാ. അവൻ എഞ്ചിനീയറിങ്ങിന് പോയി. ദൈവത്തിൻ്റെ വേലയ്ക്കായി ദൈവനെ വിളിച്ചു. അവിടെ നിന്നിറങ്ങിയാണ് അവൻ ദൈവവചന പഠനത്തിനായി NTCയിലേക്ക് പോകുന്നത്.
ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് ഈ രാജ്യത്ത് നിങ്ങളുടെ മധ്യത്തിൽ അവൻ ക്രിസ്തുവിൻ്റെ ഒരു വേലക്കാരനായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിൽക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ, കഴിഞ്ഞ രാത്രി ചൊവ്വാഴ്ച രാത്രിക്കാണ് ഞാൻ വന്നത്. വന്നത് വളരെ ലേറ്റായിട്ടാണെങ്കിലും രാത്രി 12 മണിക്കാണെങ്കിലും അവൻ കുടുംബ പ്രാർത്ഥന നടത്തിയതേ കടന്നുള്ളൂ. കഴിഞ്ഞ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഈ 4 രാത്രിയിലെ കുടുംബ പ്രാർത്ഥനയിലും അവൻ സഭയ്ക്ക് വേണ്ടി, ഓരോ വ്യക്തികൾക്ക് വേണ്ടി, ഓരോ യുവാക്കൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ബലഹീനരായിരിക്കുന്നവർക്ക് വേണ്ടി അവൻ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കേട്ടപ്പോൾ എൻ്റെ ഉള്ളം നന്ദി കൊണ്ട് നിറഞ്ഞു. അതിൽ കവിഞ്ഞ ഒരു സന്തോഷം എനിക്കില്ല. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ പിന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെ വഹിക്കുക, എന്നെയും കുടുംബത്തെ ഓർക്കുക. വരുന്ന 2 മാസം ഈ രാജ്യത്തായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ തന്ന്, സൗഖ്യം തന്ന്, ദൈവം തന്ന ശുശ്രൂഷ ദൈവം അയക്കുന്നിടത്ത് ചെയ്ത് സൗഖ്യത്തോടെ ജൂലൈ മാസം 9-ാം തീയതി മടങ്ങിപ്പോകുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ അല്പമിനിട്ട് ദൈവവചനം പങ്കിടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ദൈവസഭയ്ക്ക് ആവശ്യമായ ആത്മീയ ഉത്തേജനം നൽകുന്ന, ജീവനും ശക്തിയും ഉണർവും നൽകുന്ന നല്ല ആലോചനകളാണ് ഈ പ്രാർത്ഥന ആരംഭം തൊട്ട് തന്നുകൊണ്ടിരുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നാം അനുഗ്രഹിക്കപ്പെടണം. ദൈവമേ, എന്നോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ. നിൻ്റെ നാമം എന്നിലൂടെ മഹത്വപ്പെടുത്തണമേ. നിൻ്റെ നാമം എൻ്റെ കുടുംബത്തിലൂടെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ നാമം എൻ്റെ സന്തതികളിലൂടെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ നാമം ഈ സഭയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഈ രാത്രിയിൽ നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും അതായിരിക്കട്ടെ. ഈ രാത്രി ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ യിരെമ്യാവിൻ്റെ പ്രവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യിരെമ്യാവിൻ്റെ പ്രവചനം 31-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായി. അതിൻ്റെ 2-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 31:2. മതി. എല്ലാം യഹോവയുടെ അരുളപ്പാടാ, യിരെമ്യാവിൻ്റെ അല്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യിരെമ്യാവ് അരുളി ചെയ്യുന്നതല്ല. ഇന്ന് രാത്രിയിൽ യിരെമ്യാവിലൂടെ യഹോവ അരുളി ചെയ്ത അതേ വചനം ഏഴയിൽ കൂടെയും ദൈവസഭയോട് ദൈവം സംസാരിക്കുകയാണ്. എന്താണ് നാം 2-ാം വാക്യത്തിൽ വായിച്ചത്? വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. കൃപ കണ്ടെത്തി, കൃപ കണ്ടെത്തിയെന്ന. കൃപ ആരെങ്കിലും കൊണ്ട് കൊടുത്തതല്ല. മനസ്സിലായോ? കൃപ ആരെങ്കിലും കൊണ്ട് ദാനം ചെയ്തെന്നല്ല, കൃപ കണ്ടെത്തി. ആര്? വാളിന് തെറ്റി ശേഷിച്ച ജനം. എന്താണ് വാള്? വാള് ന്യായവിധിയെ കാണിക്കുക. അരമണിക്കൂറായി നമ്മുടെ മുമ്പിലുള്ളൂ. എല്ലാം വിസ്തരിച്ച് പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല, പറ്റുന്നതല്ല. വാള് ന്യായവിധിയെ കാണിക്കുക. സെഖറിയാവിന്റെ പ്രവചനം പഠിക്കുമ്പോൾ നാം ഇപ്രകാരം കാണുന്നു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച്. വാളെ ഉണരുക, വാളെ ഉണരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറിപ്പോകട്ടെ. വാള് ന്യായവിധി ഉണർന്നു പൊങ്ങി. ദൈവത്തിന്റെ സമയമായപ്പോൾ അത് വീണു, അത് വെട്ടി, ഇടയനെ വെട്ടി. നല്ല ഇടയൻ ന്യായവിധിയുടെ വാളുകൊണ്ട് വെട്ടേറ്റു. അവന്റെ കൂടെ ഉണ്ട ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയി, ആടുകൾ ചിതറിപ്പോയി.
മനസ്സിലായോ? ഇടയൻ വെട്ടുകൊണ്ടതുകൊണ്ട്, ഇടയന്റെ മേൽ ന്യായവിധി വന്നതുകൊണ്ട്, ഇടയന്റെ മേൽ ദൈവത്തിന്റെ കോപം ചൊരിഞ്ഞതുകൊണ്ട് അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. മനസ്സിലായോ? അവനെ തകർത്ത് കളഞ്ഞതുകൊണ്ട് ആടുകളായ നാം ഇന്ന് രാത്രിയിൽ വാളിന് തെറ്റി ശേഷിച്ചു. നാം കോപത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് തെറ്റി ശേഷിച്ച ഒരു ശേഷിപ്പാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, കൃപയിൽ വന്ന ദൈവമക്കളെ, വിശ്വസിച്ച ദൈവമക്കളെ, മാനസാന്തരപ്പെട്ട ദൈവമക്കളെ, സ്നാനപ്പെട്ട ദൈവമക്കളെ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, വേർപെട്ട ദൈവമക്കളെ, ഇന്ന് സന്തോഷത്തോടെ കൈയടിച്ച് പാടി ആരാധിക്കുന്ന ദൈവമക്കളെ, ഇതിന് കാരണം എന്താണെന്നറിയാമോ? എന്റെ മേലും നിങ്ങളുടെ മേലും വീഴേണ്ട ന്യായവിധിയുടെ വാള്, ന്യായവിധിയുടെ കോപത്തിന്റെ വാള് നമ്മുടെ മേൽ വീഴാതെ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ മേൽ ആ ന്യായവിധിയുടെ വാള് വീണതിന്റെ ഫലമാണ് അവൻ നമുക്ക് പകരം തകർക്കപ്പെട്ടതിന്റെ ഫലമാണ് ഈ രാത്രിയിൽ നാം കൃപ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കഴിവ് കൊണ്ടല്ല കൃപ അനുഭവിക്കുന്നത്, നമുക്ക് പകരം ഒരുവൻ വെട്ടേറ്റത് കൊണ്ടാണ്. നമുക്ക് പകരം ഒരുവന്റെ മേൽ ന്യായവിധി വന്നതുകൊണ്ടാണ്. നാം രക്ഷിക്കപ്പെടുവാൻ, നാം നിത്യജീവൻ പ്രാപിപ്പാൻ നമ്മുടെ ന്യായവിധി ദൈവം അവന്റെ മേൽ ചുമത്തി. മനസ്സിലായോ? അങ്ങനെ നാം തെറ്റി ശേഷിച്ച ഒരു ശേഷിപ്പ. കോപത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് നാം തെറ്റി ഒഴിവുള്ളവരായി. പാപത്തിന്റെ ശമ്പളം മരണത്തിൽ നിന്ന് നാം തെറ്റി ഒഴിഞ്ഞു. മനസ്സിലായോ? നരകത്തിൽ നിന്ന് നാം തെറ്റി ഒഴിഞ്ഞു. ആ തെറ്റി ഒഴിഞ്ഞ ശേഷിപ്പ് എവിടെയാ? മരുഭൂമിയില. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മരുഭൂമിയില. മാനസാന്തരപ്പെട്ട ദൈവമക്കൾ മരുഭൂമിയില. സ്നാനമേറ്റ ദൈവമക്കൾ മരുഭൂമിയില. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ മരുഭൂമിയില. ആരാധിക്കുന്ന ദൈവമക്കൾ മരുഭൂമിയില. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മരുഭൂമിയില. ഒറ്റയടിക്ക് രക്ഷിക്കപ്പെട്ടിട്ട് കനാനിൽ കയറാൻ സാധ്യമല്ല. ഒറ്റയടിക്ക് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല. നിനക്കൊരു വാഗ്ദത്ത ദേശമുണ്ട്, ഒരു കനാൻ ഉണ്ട്, ഒരു അവകാശ ദേശമുണ്ട്. പക്ഷെ അവിടെ എത്തും മുൻപ് ഒരു കാലഘട്ട മരുഭൂമിയിലൂടെ പോകണം. ഏതൊരു ദൈവദാസനും ദൈവവൈതലും, ഏതൊരു പെന്തക്കോസ്ത് വേലക്കാരനും വിശ്വാസിയും തലമുറയും ഒരു കാലഘട്ടം മരുഭൂമിയിലൂടെ പോയേ പറ്റൂ. പക്ഷെ ആ മരുഭൂമി ആരും ഇഷ്ടപ്പെടുന്നതല്ല. എന്ത്? അവിടെ ചൂടും വെയിലും ഉഷ്ണവും ഉണ്ട്. അവിടെ തണലില്ല, അവിടെ കൂട്ടുകാരില്ല, അവിടെ സഹായികളില്ല, അവിടെ ആശ്രയമില്ല, അവിടെ വിതയില്ല, അവിടെ കൊയ്ത്തില്ല, അവിടെ വെള്ളമില്ല, അവിടെ ഉറവയില്ല, അവിടെ ഇഷ്ടപ്പെടുന്നത് ഒന്നുമില്ല. അവിടെ കൂട്ടിനും കൂട്ടായ്മയ്ക്കും കൂട്ടുകാരും ആരുമില്ല. ആശ്വസിപ്പിക്കാൻ, ധൈര്യപ്പെടുത്താൻ ആരുമില്ല. തരുവാൻ, സഹായിപ്പാൻ ആരുമില്ല. വിശപ്പ് മാറ്റാൻ ആരുമില്ല. പക്ഷേ ആ മരുഭൂമിയെ തരണം ചെയ്തേ പറ്റൂ. എൻ്റെ 47 വർഷത്തെ ക്രിസ്തീയ കർത്തൃവേല ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ മരുഭൂമി എന്താണ് ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മരുഭൂമിയുടെ അനുഭവം എന്താണ്? ചൂടേറിയ അനുഭവം എന്താ? വിതയില്ലാത്ത അനുഭവം എന്താ? കൊയ്ത്തില്ലാത്ത അനുഭവം എന്താ? വരുമാനമില്ലാത്ത അനുഭവം എന്താ? വിശപ്പിന്റെ ദാഹത്തിന്റെ അനുഭവം എന്താന്ന് ഈ ക്രിസ്തീയ ശുശ്രൂഷയുടെ 47 വർഷത്തിൽ ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് അനുഭവത്തിലാ, കർത്തൃവേല ചെയ്യുന്നത് അനുഭവത്തിലാ. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞ് ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുണ്ട്. ആ മരുഭൂമിയിൽ കൂടെ അവനും ശീലിച്ചു വന്നവനാ. ഇന്ന് രാത്രി പറയട്ടെ, ആ മരുഭൂമിയിൽ ആരുമില്ലെങ്കിലും, ആരുമില്ലാത്തിടത്തും, ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ലാത്തിടത്തും നീയും ഞാനും തളരാതിരിക്കാൻ, ക്ഷീണിക്കാതിരിക്കാൻ, മടുക്കാതിരിക്കാൻ, വീഴാതിരിക്കാൻ, പതറാതിരിക്കാൻ, നിരാശപ്പെടാതിരിക്കാനാണ് കൃപ കണ്ടെത്തുന്നത്. ഹല്ലേലൂയ.
കലത്തിൽ എണ്ണയിൽ ഭരണിയിൽ എണ്ണയില്ലേലും കലത്തിൽ മാവില്ലേലും കോട്ടയിൽ അപ്പമില്ലേലും നിന്റെ കയ്യിൽ ഒരു നന്മയുടെ വരുമാനമില്ലേലും നിനക്ക് കൃപയുണ്ടോ, നീ വിജയിക്കുക തന്നെ ചെയ്യൂ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ചൂടേറിയ അനുഭവം വന്നാലും, എത്ര ഉഷ്ണക്കാറ്റടിച്ചാലും, എത്ര വേദനയേറിയ പൊള്ളുന്ന അനുഭവങ്ങൾ വന്നാലും, എത്ര മാറയുടെ കൈപ്പേറിയ അനുഭവങ്ങൾ വന്നാലും, ദൈവത്തിന്റെ പൈതല് കൃപ നിന്റെ മേലുണ്ടോ, കൃപയുടെ ആരാധനയുണ്ടോ, കൃപയുടെ പ്രാർത്ഥനയുണ്ടോ, കൃപയുടെ കണ്ണുനീരുണ്ടോ, കൃപയുടെ ദൈവകൃപയുടെ ശക്തി ഉണ്ടോ, കൃപയുടെ ശുശ്രൂഷയുണ്ടോ, നീ ക്ഷീണിക്കയില്ല, നീ തോൽക്കുകയില്ല, നീ വീഴുകയില്ല. കൃപ സകലത്തിനും മതിയായതാണ്. ഹല്ലേലൂയ. കൃപയാണ് ഏറ്റവും വലുത്. കൃപ കണ്ടെത്തി. ഈ ദിവസങ്ങളിൽ കൃപ കണ്ടെത്തിക്കോണം. പ്രാപിച്ച കൃപയെ നിസ്സാരമെന്ന് കാണില്ല. കൃപ നഷ്ടപ്പെടുത്തിയ അനേകരുണ്ട് ആത്മീയഗോളത്തിൽ. കൃപ കുഴിച്ചിട്ടവരുണ്ട്, കൃപയെ വ്യർത്ഥമാക്കിയവരുണ്ട്, കൃപയ്ക്ക് വില കൊടുക്കാതെ പോയവരുണ്ട്. ഇന്നവർ കിടന്ന് കെഞ്ചുന്നു കൃപയ്ക്ക് വേണ്ടി, പക്ഷെ കണ്ടെത്താൻ കഴിയുന്നില്ല. അഭിഷേകം നഷ്ടപ്പെടുത്തരുത്. അഭിഷേകത്തിലെ ആരാധന കളയരുത്. അഭിഷേകത്തിന്റെ പ്രാർത്ഥന കളയരുത്. അതിന്റെ വില എല്ലാറ്റിനേക്കാൾ വലുതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപ കണ്ടെത്തി കളയരുത്. കൃപ പ്രാപിച്ച ദൈവ പൈതൽ കൃപ ജ്വലിപ്പിക്കണം. മൂടി വെക്കരുത്, കെട്ടിവെക്കരുത്. മനസ്സിലായോ? ഒരു പ്രവാചകനെ കാശ് കൊടുത്ത് വിളിക്കേണ്ട കാര്യമില്ല. നിന്റെ വീടിനകത്ത് പർവ്വത സമാനമായ പ്രശ്നമുണ്ടായാലും, സൻബലത്ത് തോബിയാവ് പുറക്കകത്ത് നിന്ന് വെല്ലുവിളിച്ചാലും, നീ ഒറ്റയ്ക്ക് മതി ആ രണ്ട് ശക്തിയെ ജയിക്കാൻ. അവരുടെ മേൽ ഇല്ലാത്തൊരു കൃപ നിന്റെ മേലുണ്ട്. യെസ് യെസ്. അതേ ദൈവദാസനെ, ഈ ദിവസങ്ങളിൽ ഭവനത്തിനകത്തിരുന്ന് ഞരങ്ങുന്ന, വേദനിക്കുന്ന, ചില കൈപ്പേറിയ വേദനയ്ക്ക് ഞരക്കത്തിനു ദൈവത്തിന്റെ ഭക്തന് കൃപയുടെ വ്യാപാരത്താൽ വിടുതൽ ഉണ്ട്. വിടുതൽ നടക്കുകയാണ്. അവകാശത്തിൽ നിന്ന് ചില കെട്ടുകൾ അഴിഞ്ഞു മാറാൻ പോകുകയാണ്. യെസ്. അവകാശത്തിൽ നിന്ന് കെട്ടുകൾ അഴിഞ്ഞു മാറും. അവകാശത്തെ വിട്ടിട്ട് ശത്രു വന്ന വഴിയിലേക്ക് തിരിച്ചു പോകാൻ പോകുകയാണ്. ഗ്ലോറി, ഗ്ലോറി. കുഴയ്ക്കാൻ ദൈവം വിട്ടുകൊടുക്കയില്ല. കുഴയാനും അലയാനും ദൈവം വിട്ടുകൊടുക്കയില്ല. ഹാമി, കരയുന്ന റാഹേലിന്റെ കരച്ചിലിന് മറുപടിയുണ്ട്. ഈ ദിവസങ്ങൾ ദൈവസഭ ഏറ്റെടുത്തോണം. കുടുംബങ്ങൾ അത് ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. പ്രവാശിഷ്യന്റെ ഭാര്യ ഏലീശയുടെ അടുക്ക് വരുമ്പോൾ അവിടെ കടഭാരവും പ്രയാസവും ഒക്കെ പറഞ്ഞു. മക്കളെ കടക്കാർ അടിമകളാക്കാൻ പോകുന്നു, സങ്കടം പറയുന്നു. ഏലീശയ്ക്ക് ഒരു ചോദ്യമേ ഉള്ളൂ. സഹോദരി, വീട്ടിൽ നിനക്കെന്തുണ്ട്? വീട്ടിൽ നിനക്കെന്തുണ്ട്? ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം? അവിടെ മറുപടി, യജമാനനെ, വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിന് വഴിയില്ല, കടം വീട്ടാൻ വഴിയില്ല, നാളെക്കുറിച്ച് പ്രതീക്ഷയില്ല, ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയില്ല, ഇവരെ എങ്ങനെ പുലർത്തും വളർത്തും പഠിപ്പിക്കുമെന്ന് യാതൊരു അറിവുമില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എൻ്റെ ഭവനത്തിനകത്ത് ഒരു ഭരണി എണ്ണയുണ്ട്. വിശ്വാസി, പണമില്ലേലും വസ്തുവകയില്ലേലും വീടും ധനവും ഇല്ലേലും നീക്കിയിരിപ്പും ബാലൻസും ഇല്ലേലും നിന്റെ ജീവിതത്തിൽ, നിന്റെ തുണയാളിയുടെ ജീവിതത്തിൽ, നിന്റെ മക്കളുടെ ജീവിതത്തിൽ, നിന്റെ ഭവന അന്തരീക്ഷത്തിൽ വറ്റിപ്പോകാത്ത ഒരു ഭരണി എണ്ണയുണ്ടെങ്കിൽ അത് മതി. അത് മതി. അതോടുകൂടെ സകലത്തിനും പരിഹാരമാ, സകലത്തിനും വിടുതല, സകലത്തിനും നീക്കുപോക്ക. ഈ രാത്രിയിൽ ഒരു ഭരണിയുടെ അടിയിൽ അല്പം എണ്ണയല്ല, എണ്ണയുടെ മണമല്ല. ഈ രാത്രി ഓരോ മൺഭരണിയിലും മൺപാത്രത്തിലും മൺകൂടാരത്തിനകത്തു ദൈവകൃപയുടെ പരിശുദ്ധ
പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ പൂർണ്ണതയുടെ ഒരനുഭവം ഉണ്ടാകട്ടെ. ആമേൻ. വല്ലപ്പോഴും എങ്ങോട്ടോ പണ്ടെങ്ങാണ്ട് അഭിഷേകം പ്രാപിച്ചു അതിന്റെ മണം ഇപ്പോൾ ഉണ്ടെന്നല്ല, പണ്ടെങ്ങാണ്ട് കൃപ പ്രാപിച്ചു അതിന്റെ എന്തോ അതിപ്പം മണമുണ്ടെന്നല്ല. ഇപ്പോഴും എൻ്റെ ഭരണിയിൽ ഒരു ഭരണി എണ്ണയുണ്ട്. ഹല്ലേലൂയ. ഒരു ഭരണി പൂർണ്ണതയാ, ആത്മാവിന്റെ പൂർണ്ണത, നിറവിന്റെ അനുഭവം. ആ അനുഭവം വേണം, അത് പ്രാപിച്ച് നിലനിൽക്കണം. അവളോട് പ്രതി ചെന്ന് വെറും പാത്രങ്ങൾ മേടിച്ച് പാത്രത്തിലോട്ട് എണ്ണ പകര്, പാത്രം കുറവായിരിക്കല്ല്, അത് പകർന്നു. അവൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അവൾ പറഞ്ഞതനുസരിച്ചു. പാത്രം മേടിച്ചു, പാത്രമെല്ലാം നിറച്ചു. പാത്രമില്ലെന്ന് കണ്ടപ്പോൾ എണ്ണയുടെ ഒഴുക്കും നിന്നു. എണ്ണ ഒരിക്കലും നിലത്ത് പകരുന്നില്ല, എണ്ണ പാത്രത്തിലേ പകരത്തുള്ളൂ. എണ്ണയെ വൃഥാവാക്കല്ല്, എണ്ണയെ നിലത്തൊഴിച്ച് കളയല്ല്. മനസ്സിലായോ? അന്യ സംസാരത്തിലൂടെ വേണ്ടാത്ത വിശുദ്ധന്മാർക്ക് ചേരാത്ത സംസാരത്തിലൂടെ, പൊട്ടച്ചൊല്ല് കളിവാക്ക് വിശുദ്ധന്മാർക്ക് ചേർച്ചയില്ലാത്ത സംസാരത്തിലൂടെ, നീ ഒരു ആത്മീയന് ചേരാത്ത സ്വഭാവത്തിലൂടെ, പ്രാകൃത ജഡിക പൈശാചിക സ്വഭാവത്തിലൂടെ, കോപത്തിലൂടെ, ദേഷ്യത്തിലൂടെ, ജഡത്തിന്റെ പ്രവൃത്തിയിലൂടെ നീ പ്രാപിച്ച കൃപയെ, അകത്ത് കിടക്കേണ്ട കൃപയെ, അകത്ത് കിടക്കേണ്ട അഭിഷേകത്തെ നീ നിലത്തൊഴിച്ച് കളയല്ല്, അത് വൃഥാവാക്കി കളയല്ല. അവൾ പറഞ്ഞു, യജമാനനെ നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു. എലീശയുടെ മറുപടി, നീ ചെന്ന് എണ്ണ വിറ്റ് അതുകൊണ്ട് കടം വിട്ട് ശേഷിക്കുന്ന കാലം ബാക്കി കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിക്ക്. എണ്ണയ്ക്കകത്തിൽ നിലവിലുള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ട്. എണ്ണയ്ക്കകത്തിൽ നിന്റെ മക്കളുടെ ഭാവിക്കുള്ള കരുതലുണ്ട്. ഇതാ കൃപ, ഇതാ കൃപ, ഇതാ ദൈവകൃപ. ഇന്ന് രാത്രി കൃപയുണ്ടോ? നിലവിൽ നിന്റെ ഭവനത്തിന്റെ കുഞ്ഞുങ്ങളെ അലട്ടുന്ന, ശത്രു അവകാശം പറഞ്ഞ് വീട്ടുവാതിക്കൽ നിന്ന് വെല്ലുവിളിക്കുന്ന ഈ വരത്തുപോക്കിന്റെ ശക്തിയെ, ഈ മരണശക്തിയെ, ഈ പാരമ്പര്യ ശക്തിയെ, ഈ ജഡിക ശക്തിയെ, ഈ നിന്ദയുടെ ശക്തിയെ, ഈ പരിഹാസത്തിന്റെ ശക്തിയെ ഈ രാത്രി കൊണ്ട് നിന്റെ വീട്ടിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന്, നിന്റെ ദേശത്ത് നിന്ന്, നിന്റെ സഭയിൽ നിന്ന്, നിന്റെ അവകാശത്തിൽ നിന്ന് ഇനിയും മേലാൽ അത് കടന്നു വരാതെ വണ്ണം എന്നേക്കുമായി അതിനോട് നീ വിട പറയുന്ന, അതിമേ ജയമെടുക്കുന്ന, അത് നിന്നെ വിട്ടുപോകുന്ന രാത്രിയാണിത്. ഹല്ലേലൂയ. പിന്നീട് അവിടെ അടുക്കൽ കടക്കാർ വന്നില്ല. ഇതിന് പരിഹാരം ഇവിടുന്ന് വന്നു, ആ എണ്ണയാൽ. മരുഭൂമിയിൽ കൃപ കണ്ടെത്തുക. കൃപ കണ്ടെത്തിയ ജനം എവിടെ ഇരുന്ന് കരയുന്നോ പ്രാർത്ഥിക്കുന്നോ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. മനസ്സിലായോ? കൃപ കണ്ടെത്തിയ ജനം, കൃപ പ്രാപിച്ച ജനം, കൃപ നിലനിർത്തുന്ന ജനം, കൃപയിൽ ജീവിക്കുന്ന ജനം, കൃപയ്ക്കൊത്തവണ്ണം പ്രവർത്തിക്കുന്ന, പെരുമാറുന്ന, സംസാരിക്കുന്ന ജനം എവിടെയുണ്ടോ അവർ ഏത് പ്രതിസന്ധിയിൽ കൂടെ പോയാലും എവിടെ ഇരുന്ന് കരഞ്ഞ്, എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് നിലവിളിക്കുന്നു, ആ നിലവിളി, ആ പ്രാർത്ഥന, ആ കണ്ണുനീര് സ്വർഗത്തിലെ ദൈവത്തിന് അഡ്രസ് തെറ്റാതെ, വീട് തെറ്റാതെ, പേര് തെറ്റാതെ, സ്ഥലം തെറ്റാതെ അറിയാം. അവൻ അവർക്ക് മറുപടി അയക്കും, അവൻ അവർക്ക് വിടുതൽ അയക്കും. ഒരു സംശയവുമില്ല. 15-ാമത്തെ വാക്യത്തെ നമ്മൾ ഇപ്രകാരം വായിച്ചു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. ശബ്ദം എവിടെയാന്ന് ദൈവത്തിനറിയാം. അത് കേൾക്കുന്നത് രാമയിൽ നിന്നാണ്. രാത്രിയിൽ ഡാളസ് പട്ടണത്തിൽ വിവിധ സ്ഥലങ്ങളും വിവിധ പേരുകളുള്ള സ്ഥലങ്ങളുണ്ട്, ഏരിയകളുണ്ട്. എന്നാൽ നീ പാർക്കുന്ന ദേശത്ത് നിന്ന്, നിന്റെ വീട് നിൽക്കുന്ന ദേശത്ത് നിന്ന് ഒരു കണ്ണുനീര് ഉയർന്നാൽ, നിന്റെ സഭ നിൽക്കുന്ന ദേശത്ത് നിന്ന് ഒരു കണ്ണുനീര്, ഒരു നിലവിളി, ഒരു പ്രാർത്ഥന ഉയർന്നാൽ അഡ്രസ് തെറ്റത്തില്ല, പേര് തെറ്റത്തില്ല, വീട് തെറ്റത്തില്ല, സ്ഥലം തെറ്റത്തില്ല. നീ എവിടെ നിന്ന് കരയുന്നു അവിടെ തന്നെ മറുപടി അയക്കുന്ന ഒരു ദൈവം ജീവിക്കുകയാണ്. രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. എന്തുവാ ശബ്ദം? വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ.
വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ ഗൗരവം അറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ നീക്കുപോക്കിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു തലമുറയുടെ മടങ്ങിവരവിനായി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഊഹാഭോഗത്തിന് നിസ്സാരമായി സമയം പാഴാക്കുന്ന പ്രാർത്ഥന അരുത്. അതിന്റെ ഗൗരവം അറിഞ്ഞ്, അതിന്റെ മൂല്യം അറിഞ്ഞ്, അതിന്റെ വിലയറിഞ്ഞ് തന്നെ അർഹിക്കുന്ന പ്രാധാന്യത കൊടുത്ത് നീ ഒരു യാഗമായി തീരേണ്ടി വന്നാൽ യാഗമായി തീർന്നുകൊണ്ട് തന്നെ നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം വില കൽപ്പിക്കും. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നിട്ട് പുറത്തു വന്നത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്ന. അവിടെ പ്രാർത്ഥനയ്ക്ക് എന്നുള്ള പദത്തേക്കാൾ വില ശ്രദ്ധ എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാത്തവരല്ല. ദൈവദാസൻ പറയുന്ന സകല വിഷയത്തിനും, നിങ്ങൾക്കറിയാവുന്ന സകല വിഷയത്തിനും പ്രാർത്ഥിക്കുന്ന ദൈവസഭയാ, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളും ആത്മാക്കളുമാ. പക്ഷെ ഒരു ചോദ്യം മനസ്സാക്ഷിയോട് ചോദ്യര്, ശ്രദ്ധ എത്ര പേർക്കുണ്ട്? എത്ര പേര് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്? ഗൗരവത്തോട് വില കൊടുത്ത് മൂല്യമർപ്പിച്ച് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? മറുപടി കിട്ടിയാ കിട്ടിയില്ലേ വേണ്ട എന്നുള്ള മനോഭാവം വരുത്. വിടുതൽ നടന്നെങ്കിൽ നടക്കട്ടില്ലേ വേണ്ട, വഴി തുറക്കുന്നെങ്കിൽ തുറക്കട്ടില്ലേ വേണ്ട, ആ മനോഭാവത്തോടാകരുത് പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ച മറുപടി കിട്ടണം, പ്രാർത്ഥിച്ച വഴി തുറക്കണം, പ്രാർത്ഥിച്ച വിടുതൽ നടക്കണം. ദൈവസഭയിൽ ബലഹീനരും രോഗികളുമായവർ കിടക്കുന്നവർ, ഹോസ്പിറ്റലിലായിരിക്കുന്നവർ അവിടെ കിടന്ന് കാലം കഴിക്കട്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാമെന്നല്ല. ഞങ്ങൾ പ്രാർത്ഥിക്കും, അവർ ആരാധന ഹാളിൽ വരണം. ഞങ്ങൾ പ്രാർത്ഥിക്കും, അവർ ഹോസ്പിറ്റലിൽ നിന്ന് വരണം, അവർ കിടക്ക വിട്ട് വരണം. പിശാചിന്റെ ദേശാധിപതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം, ദൈവസഭയുള്ള ദൂത് പറയാ, പിശാചിന്റെ ദേശാധിപതിയുടെ ലക്ഷ്യം ദൈവസഭയെ, ആത്മാക്കളെ ദൈവസഭയുടെ കെട്ടുപണിയെ ഇട്ട് കുഴയ്ക്കുക, ഇട്ട് ചുഴിക്കകത്ത് കറക്കുന്ന പോലെ കറക്കുക. ഈ നിലയിൽ, ആ അവസ്ഥയിൽ ഒന്ന് കരപറ്റുവാൻ കയറാതെ, കരകയറാൻ ഒക്കാതെ വണ്ണം നമ്മളെ കുഴയ്ക്കുന്ന, ചുഴറ്റുന്ന, കറക്കുന്ന ദേശാധിപതിയുടെ മേൽ ഈ രാത്രിയിൽ കൃപയാൽ 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 നാം ജയം പ്രാപിക്കുന്ന രാത്രിയാകണം, വിടുതൽ പ്രാപിക്കുന്ന രാത്രിയാകണം. ഹല്ലേലൂയ. വിലാപവും കഠിനമായ കരച്ചിലും തന്നെ. ആരാ കരയുന്നേ? റാഹേൽ മക്കളെ ചൊല്ലിക്കരയുന്നു. സ്ഥലമറിയാം, രാമയിൽ. കരച്ചിലിന്റെ പ്രാർത്ഥന ഗൗരവം, കാഠിന്യം അറിയാം. കഠിനമായുള്ള കരച്ചില. കരയുന്ന വ്യക്തിയെ അറിയാം, റാഹേലാ കരയുന്നേ. കരയുന്ന വിഷയം അറിയാം, മക്കളെ ചൊല്ലിയ കരയുന്നേ. മനസ്സിലായോ? ദൈവത്തിനറിയാം സകല വിഷയങ്ങൾ ഉള്ളതുപോലെ. ഏതെങ്കിലും ഒരു വിഷയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കരയാൻ, പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ, ആത്മതപനം ചെയ്യാൻ, മുഴങ്കാലിൽ നിൽക്കാൻ, വെളുപ്പിനെ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കാൻ കാരണമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്കില്ല, ദൈവദാസന്മാർക്കില്ല, നിങ്ങൾക്കാർക്കുമില്ല എന്നെനിക്കറിയാം. നമുക്കൊന്നല്ലേ മറ്റൊരു കാരണമുണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയം നമുക്കുണ്ട്, ഒന്നല്ലേ മറ്റൊരു ആവശ്യം നമുക്കുണ്ട്. നമ്മളെ വേദനിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന എന്തൊക്കെയോ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്തറയിലുണ്ട്. അതറിയുന്ന ഒരു ദൈവമുണ്ട്. സരഫത്തിലെ വിധവയുടെ വീടും വിധവയെയും അവരുടെ മകനെയും പരിസരത്തുള്ളവർ നോക്കുമ്പോൾ അവർക്കൊക്കെ തോന്നും, അവൾക്കൊന്നിൻ്റെ കുറവില്ല, അവൾക്ക് അല്ലലില്ല, അവൾക്ക് പെൺമക്കളില്ല, അവൾക്ക് നല്ല ഇരുനില മാളിക വീടുണ്ട്, അതുകൊണ്ട് ഒന്നിനും കുറവില്ലെന്ന ദേശക്കാരുടെയൊക്കെ ചിന്ത. പക്ഷെ ഇരുനില വീട്ടിൽ താമസിക്കുന്നെങ്കിലും ആ വീടിൻ്റെ അകത്തെ അവസ്ഥ അവക്കും അവിടെ മകനുമേ അറിയത്തുള്ളൂ. പുറത്തു നോക്കുമ്പോൾ 2 നില വീട്, ബംഗ്ലാവ്, മനോഹരമായ പൂന്തോട്ടം, എല്ലാ ചുറ്റുപാടും ഉണ്ടെന്ന് തോന്നിയേക്കാം. പക്ഷെ അകത്തെ അവസ്ഥ ഉള്ളതുപോലെ അറിയുന്ന ഒരുവൻ തലയ്ക്ക് മീതെ ഉണ്ട്.
അകത്തെ ഞെരുങ്ങുന്ന അവസ്ഥ, വറ്റുന്ന അവസ്ഥ, ചോരുന്ന അവസ്ഥ, തീരുന്ന അവസ്ഥ, അന്തർഭാഗത്തെ നിരാശയുടെ അവസ്ഥ, ജീവിക്കണ്ട, മരിച്ച മതി എന്നുള്ള ആത്മഹത്യയുടെ ചിന്ത ഇതകത്ത് നടക്കുമ്പോൾ സ്വർഗം ഇത് കാണുകയാണ്. ഇത് ദേശക്കാർക്കറിയത്തില്ല, പരിസരവാസികൾക്കറിയയില്ല. വിശ്വാസി, കൂടെ പ്രാർത്ഥിക്കുന്നവർക്കറിയാത്ത കാര്യം ദൈവത്തിനറിയാം. കൂടെ ആരാധിക്കുന്നവർക്കറിയാത്തതിന്റെ വേദന, ഞരക്കം, സങ്കടം, അകത്തെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥ, നിന്റെ വീടിന്റെ അകത്തെ, മക്കളകത്തെ, നിന്റെ ഹൃദയത്തിനകത്തെ വേദനിച്ച് നൊന്തു നീറുന്ന അവസ്ഥ ഉള്ളതുപോലെ കണ്ടറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ ആ സമയത്ത് സ്വർഗത്തിലെ ദൈവം ഏലിയാവിനെ അവിടേക്ക് അയച്ചു. ഏലിയാവിനെ അവിടേക്ക് അയച്ചത് ഏലിയാവിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നുള്ള പദ്ധതി മാത്രമല്ല, മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിധവയെയും മകനെയും മരണത്തിൽ നിന്ന് വിടുവിക്കണം. മരണത്തിൽ നിന്ന് വിടുവിക്കണം. ഒരു ദൈവദാസന് ഒരു നേരത്തെ ആഹാരമായിരിക്കും വിധവയെ നീ കൊടുത്തത്. മനസ്സിലായോ? നീ ഒരു നേരത്തെ ബുദ്ധിമുട്ടിലൂടെ, ഞെരുക്കത്തിലൂടെ, ഇല്ലായ്മയിൽ കൂടെ ഒരു നേരത്തെ ആഹാരമോ എന്തെങ്കിലും 10 പുത്തനോ നന്മയോ ആയിരിക്കും നീ കൊടുത്തത്. പക്ഷേ നിനക്ക് കിട്ടിയതോ നിന്റെ മകന്റെ വിലയേറിയ ജീവനാണ്. നിനക്ക് തിരിച്ച് കിട്ടിയത് വിലയേറിയ ജീവനാ. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും, ഞാനും മാനിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു റാഹേലിനെ പോലാകണം. യിരെമ്യാവ് ഇത് പ്രവചിക്കുന്ന കാലത്ത് യാക്കോബിന്റെ ഭാര്യ റാഹേൽ ജീവനോടെ ഇല്ല. അത് എത്രയോ നൂറ്റാണ്ട് മുൻപേ റാഹേൽ നിത്യതയിൽ പോയി. പക്ഷേ റാഹേലിന്റെ മനസ്സുള്ള, റാഹേലിന്റെ ഹൃദയമുള്ള, റാഹേലിനെ പോലെ ആത്മനൊൻപരമുള്ള, ആത്മഭാരമുള്ള, വേദനയോടെ കരയുന്ന ഒരു കൂട്ടം ശേഷിപ്പ് അന്നും ഇന്നും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? നമ്മൾ ഇന്ന് രാത്രി ഈ നിലയിലൊക്കെ മാനിക്കപ്പെട്ടതിന് കാരണം നിങ്ങൾക്കറിയാമോ? ഒരു പക്ഷേ നമ്മുടെ വല്യമ്മച്ചിമാർ ഇന്ന് ഭൂമി കാണത്തില്ല. നമ്മുടെ പലരുടെയും മാതാക്കൾ ഇന്ന് ഭൂമി കാണത്തില്ല. എൻ്റെ അമ്മച്ചി 2020 ഒക്ടോബർ 30 90 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ നിത്യതയിലേക്ക് പോയത്. മരിക്കുന്ന മിനിറ്റ് വരെ ഈ ലോകത്തിൻ്റെ മരുന്നിൻ്റെ ടേസ്റ്റ് അറിയാത്ത ഒരമ്മയായിരുന്നു എൻ്റെ അമ്മ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ന് മക്കളും കൊച്ചുമക്കളും അനുഭവിക്കുന്ന ഏതൊരു നന്മയുടെ പിൻപിൽ, ഇന്ന് ഞങ്ങൾ വിശപ്പില്ലാതെ, പട്ടിണിയില്ലാതെ ആഹാരം കഴിക്കുന്നതിൻ്റെ പിൻപിൽ ഒരു രഹസ്യമുണ്ട്. എൻ്റെ അമ്മച്ചിയുടെ നീണ്ട സംവത്സരത്തിലെ കണ്ണുനീരും പ്രാർത്ഥനയും, എൻ്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ്. മനസ്സിലായോ? ഒരു കാലത്ത് മക്കൾ ഞങ്ങൾ 5 പേരെയും നിലത്ത് കിടന്നുറങ്ങുമ്പോൾ രാത്രിയാമത്തെ തലക്കട വന്നിരുന്ന് കരയുന്ന ഒരു അമ്മയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്ന് മാറും. അവർ വയർ നിറച്ച ആഹാരം എന്ന് കഴിക്കുന്ന കാണാനിടയാകും. എൻ്റെ കുഞ്ഞുങ്ങളുടെ പട്ടിണി എന്ന് മാറും എന്ന് പറഞ്ഞ് ഞങ്ങളുടെ തലക്കട 5 പേരുടെ തലക്കട വന്നിരുന്ന് കരയുന്ന ഒരമ്മയെ കൊലപാതരാത്രിക്ക് കണ്ണു നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്. അമ്മച്ചിയുടെ കണ്ണുനീര് ഞങ്ങളുടെ മുഖത്ത് വീണ് മഴവെള്ളമാണെന്ന് വിചാരിച്ച് ഓലപ്പരയ്ക്കകത്ത് ഞങ്ങൾ ചാടി എഴുന്നേറ്റ് രാത്രി. മഴവെള്ളമല്ല, അമ്മച്ചിയുടെ കണ്ണുനീരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ നന്മയുടെ പിൻപിൽ, ഓരോ അനുഗ്രഹത്തിൻ്റെ ഉയർച്ചയുടെ പിൻപിൽ, നമ്മുടെ തലമുറകളുടെ നന്മയുടെ പിൻപിൽ, നീ ഇന്ന് സമ്പന്ന രാജ്യമായി ഈ രാജ്യത്ത് പാർത്ത് നന്മ അനുഭവിക്കുമ്പോഴും, നല്ല വീട്ടിൽ പാർക്കുമ്പോഴും, നല്ല വണ്ടിയെ യാത്ര ചെയ്യുമ്പോഴും, നല്ല മൃഷ്ടാന്ന ഭോജനം കഴിച്ച് നല്ല വസ്ത്രം ധരിച്ച് ജീവിക്കുമ്പോഴും ഓർത്തുകൊള്ളണം, നിന്നെ ഈ സ്ഥിതിയിൽ കാണാൻ കണ്ണുനീരൊഴുക്കിയ ഒരു റാഹേൽ നിന്റെ പിൻപിലുണ്ട്. വേദനിച്ച ഒരു റാഹേൽ നിന്റെ പിൻപിലുണ്ട്. അതൊരു പക്ഷേ നിന്റെ വല്യമ്മച്ചിയാകാം, നിന്റെ അമ്മയാകാം, നമ്മുടെ അപ്പനാകാം, നമ്മുടെ മൂത്ത സഹോദരിമാരാകാം. ആരെങ്കിയോ നമുക്ക് വേണ്ടി കരഞ്ഞിട്ടുള്ള റാഹേലുമാരുണ്ട്. മറക്കരുത്. അവരെ ആമി ഇന്ന് ഭൂമിയിലില്ലെങ്കിലും ആ കണ്ണുനീര് മറക്കരുത്. അവർ കണ്ണുനീരോടെ വിതച്ചതിൻ്റെ ഫലമാ ഇന്ന് മക്കളും കൊച്ചുമക്കളുമായി നമ്മൾ അനുഭവിക്കുന്നത്. എനിക്കത് നല്ല ബോധ്യമുണ്ട്. 102 വയസ്സുള്ള എൻ്റെ പിതാവ് ബലഹീനത കൊണ്ട് എങ്ങ് യാത്ര ചെയ്യാൻ ഒക്കാതെ
ഇന്ന് വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ ബോംബെയിൽ നിന്ന് മാസത്തിൽ ഒരിക്കൽ വരും എൻ്റെ പിതാവിനെ കാണാൻ. എല്ലാ മാസവും ഞാൻ ഒരിക്കൽ വരും, നാട്ടിൽ വന്ന് എൻ്റെ പിതാവിനെ കാണും. മനസ്സിലായോ? കാരണം ഞങ്ങളെ എങ്ങനെ വളർത്തിയെന്നുള്ളത് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. ഞങ്ങളെ വളർത്താൻ എൻ്റെ പിതാവ് എന്ത് കഷ്ടപ്പെട്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. മനസ്സിലായോ? ഒരു ഭാഗത്ത് കരയുന്ന അമ്മയും മറുഭാഗത്ത് കഷ്ടപ്പെട്ട ഒരപ്പനും. ഇത് രണ്ടും മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ മാസത്തിൽ ഒരിക്കൽ ഞാൻ ബോംബെയിൽ നിന്ന് മാവേലിക്കര വന്ന് എൻ്റെ പിതാവിനെ കാണുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി കരഞ്ഞ ചില റാഹേലുമാരുണ്ട്. തിരിച്ച് നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയും നമ്മൾ നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയും ആ നിലയിലൊന്നും വേദനയോടെ കരയുന്ന എത്ര പിതാക്കന്മാരുണ്ട്, എത്ര മാതാക്കളുണ്ട്, എത്ര വല്യപ്പച്ചന്മാർ വല്യമ്മച്ചിമാരുണ്ട് കൊച്ചുമക്കൾക്ക് വേണ്ടി കരയുന്ന. നമ്മുടെ മാതാക്കളുടെയും പിതാക്കന്മാരുടെയും കാലം കൊണ്ട് കരയുന്നവരുടെ കാലം തീരല്ല. ഇന്ന് ഞങ്ങൾക്ക് കരയേണ്ട ആവശ്യമില്ല, കരയേണ്ട വിഷയമില്ല. ആ സ്ഥിതി സാഹചര്യമൊക്കെ മാറി എന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ തെറ്റിപ്പോയി. അന്ന് അവർ കരഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും ഞെരുക്കം കൊണ്ടും പട്ടിണി കൊണ്ടുമാകും. എങ്ങനെ എൻ്റെ മോളെ നേഴ്സിംഗ് പഠിപ്പിക്കും, എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ ഫീസ് കൊടുക്കും, എങ്ങനെ പൂർത്തീകരിപ്പിക്കും, എങ്ങനെ കെട്ടിച്ചു വിടും, കല്യാണം വന്നാൽ എന്ത് ചെയ്യും, ഇതൊക്കെ ഓർത്തായിരിക്കും അവരന്ന് കരഞ്ഞത്. എന്നാൽ ഇന്ന് അതിനേക്കാൾ വലിയ ഗൗരവമുള്ള വിഷയം, നിന്റെ മകൻ എവിടെ, വിശ്വാസത്തിലുണ്ടോ? നിന്റെ മകൾ എവിടെ, വിശ്വാസത്തിലുണ്ടോ? ഉപദേശ സത്യത്തിലുണ്ടോ? പെന്തക്കോസ്ത് അനുഭവത്തിലുണ്ടോ? അഭിഷേകത്തിലുണ്ടോ? വേർപാടിലുണ്ടോ? വിശുദ്ധിയിലുണ്ടോ? ആമീ ഉപദേശത്തിന്റെ പ്രമാണപ്രകാരം ഉണ്ടോ? നീ ആരാധിക്കുന്നതിന്റെ സന്തതി ഉണ്ടോ? നീ മുട്ടുകുത്തുന്നതിന്റെ സന്തതി ഉണ്ടോ? ഇന്ന് കരയേണ്ട വിഷയം അതിനേക്കാൾ ഗൗരവമുള്ളതാ. നമ്മുടെ മാതാക്കൾ, നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഓർത്ത് അങ്ങനെ കരയേണ്ടി വന്നില്ല. അവർ കാണിച്ചു തന്ന വിശ്വാസത്തിന്റെ, ആത്മീയത്തിന്റെ, ആരാധനയുടെ, ഉപദേശത്തിന്റെ, പ്രമാണത്തിന്റെ അതേ പാത പിൻപറ്റി കൃപയാൽ നമ്മളും ആ പാതയിൽ വന്നു. പെന്തക്കോസ്ത് അനുഭവത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ മൂന്നാമത്തെ തലമുറയാണ്. 95 വർഷം കഴിഞ്ഞ ഒരു പെന്തക്കോസ്ത് കുടുംബമാണ് എൻ്റെ കുടുംബം. മനസ്സിലായോ? ഇന്ന് ഞാൻ ആ കുടുംബത്തിലെ മൂന്നാമത്തെ തലമുറയാ. എൻ്റെ സന്തതി 4ാമത്തെ തലമുറയാ. എൻ്റെ കൊച്ചുമക്കൾ 5ാമത്തെ തലമുറയാ പെന്തക്കോസ്ത് കുടുംബത്തിൽ. മനസ്സിലായോ? ഇന്നും മക്കളും കൊച്ചുമക്കളും ആ അനുഭവത്തിൽ നിൽക്കുന്നതിന്റെ കാരണം, ആ ഉപദേശത്തിൽ, ആ അഭിഷേകത്തിൽ, ആ വിശുദ്ധിയിൽ, ആ വേർപാടിൽ നിൽക്കുന്നതിന്റെ കാരണം അവർ കാണിച്ചെന്ന മാതൃകയും അവർ കഴിഞ്ഞ കണ്ണുനീരിന്റെ ഫലവുമാണ്. ഈ ലോകത്തിൽ സമ്പത്ത് ഭൗതികമായിട്ടൊന്നും സമ്പാദിച്ച് കരുതി സ്വരൂപിച്ചു വെച്ച് കൊടുക്കാൻ ഒത്തില്ലേലും ശരി, ആത്മീയമായത് കാണിച്ചു തന്നു, അതിന്നും പിന്തുടരുന്നു. നിങ്ങളുടെ മക്കൾ, റാഹേലിന്റെ വിഷയം എന്താ? കരയുന്ന വിഷയം റാഹേൽ മക്കളെ ചൊല്ലിക്കരയുന്നു. റാഹേൽ മക്കളെ ചൊല്ലിക്കരയുന്നു. അവർ ഇല്ലായികയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളാൻ അവൾക്ക് മനസ്സില്ല. അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളാൻ അവൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ, മക്കൾക്ക് പകരം വീട് പകരം വെച്ചാൽ സമാധാനമില്ല. മക്കൾക്ക് പകരം വണ്ടികൾ, കാറുകൾ പകരം വെച്ചാൽ സമാധാനമില്ല. മക്കൾക്ക് പകരം ബാങ്ക് ബാലൻസോ സമ്പത്തോ ഭൂമിയോ എസ്റ്റേറ്റുകളോ ഫാം ഹൗസുകളോ പകരം വെച്ചാൽ അവർക്ക് സമാധാനം ഇല്ല. മക്കൾക്ക് പകരം ഒരു സമ്പത്തും വില പോത്തില്ല. അതിന് പകരം ആകില്ല. മക്കൾക്ക് പകരം മക്കൾ മാത്രം. അതുകൊണ്ടാ പറയുന്നേ, അവരില്ലായികയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളാൻ അവൾക്ക് മനസ്സില്ല. സഹോദരി, നീ കരയണ്ട, സഹോദര കരയണ്ട. അവരില്ലെങ്കിൽ എന്താ, ദൈവം നിനക്ക് ഇത്രത്തോളമൊക്കെ തന്നു, നിന്നെ ഈ നിലയിൽ മാനിച്ചല്ലോ എന്ന് പറഞ്ഞാൽ ആത്മദർശനമില്ലാത്ത അപ്പനും അമ്മയും അതിലങ്ങ് തൃപ്തിപ്പെടും. പക്ഷേ ഒരു സന്തതിയുടെ വിലയും നിത്യതയിലെ വിലയും അറിയുന്ന ഒരപ്പനും അമ്മയ്ക്കും അവർക്ക് ആശ്വാസം കൈക്കൊള്ളാൻ കഴിയത്തില്ല. ഈ ദിവസങ്ങളിൽ സഭ കരഞ്ഞോണം, മാതാക്കൾ കരഞ്ഞോണം. വേറെ ഒന്നിലും തൃപ്തിപ്പെടല്ല. ഉണ്ണാനും തിന്നാനും കുടിക്കാനും എല്ലാം ഉണ്ട്, താമസിക്കാനുണ്ട്, യാത്ര ചെയ്യാനുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ തൃപ്തിപ്പെടല്ല.
എൻ്റെ മക്കൾ ദൈവസന്നിധി കാണണം, കൃപയിൽ കാണണം, പ്രമാണത്തിൽ കാണണം, വചനത്തിൽ കാണണം, ഉപദേശത്തിൽ കാണണം, അഭിഷേകത്തിൽ കാണണം, ആരാധനയിൽ കാണണം, ദൈവസഭയിൽ കാണണം, പെന്തക്കോസ്ത് അനുഭവത്തിൽ കാണണം, വേർപാടിലും വിശുദ്ധിയിലും കാണണം. അപ്പോസ്തല ഉപദേശപ്രകാരം ഞാൻ സേവിക്കുന്ന ദൈവത്തെ എൻ്റെ സന്തതികളും സേവിക്കണം. അവർക്ക് സുവിശേഷ ദർശനമുള്ളവരാകണം, ആത്മദർശനമുള്ളവരാകണം, ആരാധനയെക്കുറിച്ച് ദർശനമുള്ളവരാകണം, ദൈവസഭയെക്കുറിച്ച് ദർശനമുള്ളവരാകണം, സകലത്തിലുപരി നിത്യതയെക്കുറിച്ച് അവർക്ക് ദർശനമുള്ളവരാകണം. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോടുകൂടെ നിത്യതയിൽ കാണണം. കരച്ചിൽ നിർത്തരുത്. കരയുന്ന റാഹേലിനോട് ദൈവം പറയുന്ന വാക്കുകൾ നിർത്തുകയാണ്. കരയാ, നിന്റെ കണ്ണുകളുടെ ശബ്ദം അടക്കിക്കൊള്ളുക. നിന്റെ പ്രവർത്തിക്ക് പ്രതിഫലമുണ്ടാകും. നിന്റെ മക്കൾ ശത്രുവിൻ്റെ ദേശത്ത് നിന്ന് മടങ്ങി വരും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നീ എന്തിനു വേണ്ടി കരഞ്ഞോ അതിന് മറുപടി നിന്റെ മക്കൾ ശത്രുവിൻ്റെ ദേശത്ത് നിന്ന് മടങ്ങി വരും. അപ്പൊ മക്കൾ എവിടെയാ? ശത്രുവിൻ്റെ ദേശത്താ. അവരുടെ മടങ്ങി വരവിന് വേണ്ടിയാണ് റാഹേൽ കരയുന്നത്. ഈ രാത്രിയിൽ നമ്മുടെ ഏതെങ്കിലും തലമുറകൾ ഉപദേശപരമായോ ആരാധനപരമായോ സ്വഭാവപരമായോ ജീവിതപരമായോ അവർ ശത്രുവിൻ്റെ ദേശത്താണെങ്കിൽ, ശത്രുവിൻ്റെ പിടിയിലാണെങ്കിൽ വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. നീ ജീവനുള്ള കാലം നിന്റെ അവകാശത്തെ വിട്ടുകൊടുക്കല്ല്, നിന്റെ ഓഹരിയെ വിട്ടുകൊടുക്കല്ല്. മക്കളുടെ പ്രത്യേകതയോ? മക്കളുടെ പ്രത്യേകത, ഒരു യുവതിക്ക്, ഒരു സഹോദരിക്ക് അവിടെ വിവാഹപ്രായം വരെ അവിടെ ജീവിതത്തെ വചനപ്രകാരം കാത്തു സൂക്ഷിച്ചതിൻ്റെ ഫലമായി വിവാഹശേഷം ദൈവം തരുന്ന പ്രതിഫലമാണ് നിങ്ങളുടെ ഉദരഫലം. ഒരു യുവാവിന്, ഒരു പുരുഷന് അവന്റെ വിവാഹപ്രായം വരെ വചനപ്രകാരം അവന്റെ ജീവിതത്തെ കാത്തു സൂക്ഷിച്ച ഫലമായി അവന്റെ വിവാഹശേഷം ദൈവം കൊടുക്കുന്ന അവന്റെ അവകാശമാണ് തലമുറ. മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ്. അല്ലയോ കുഞ്ഞുങ്ങളെ പ്രസവിച്ച സഹോദരിമാരെ, മാതാക്കളെ, നിങ്ങളുടെ മക്കൾ ദൈവം തന്ന പ്രതിഫലമാണ്. അതിനെ ശത്രുവിന് വിട്ടുകൊടുക്കരുത്. അല്ലയോ സഹോദരന്മാരായ പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ ദൈവം നിങ്ങൾക്ക് തന്ന അവകാശങ്ങളാണ്. അതാണാകട്ടെ പെണ്ണാകട്ടെ, അത് ശത്രുവിന് വിട്ടുകൊടുക്കരുത്. പ്രാർത്ഥിച്ച് നേടിയെടുക്കണം, ആരാധിച്ച് നേടിയെടുക്കണം, ആമി ഉപവസിച്ച് നേടിയെടുക്കണം, ആത്മാവിൽ പോരാടി മല്ലുപിടിച്ച് നേടിയെടുക്കണം. സകലത്തിലുപരി അവരുടെ മുമ്പിൽ തിരുവെടുത്തു പോലെ മാതൃകപരമായി ജീവിച്ചുകൊണ്ട് അവരെ നേടിയെടുക്കണം. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നമ്മുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്, നമ്മുടെ നിലവിളിക്ക് മറുപടിയുണ്ട്. നീ രഹസ്യത്തിൽ കരയുന്ന കരച്ചിലിന് പരസ്യമായി മറുപടിയുണ്ട്. മനസ്സിലായോ? നീ രഹസ്യത്തിൽ ഞരങ്ങിയ വേദനിച്ച വിഷയത്തിന് പരസ്യമായി ഘോഷിച്ചുല്ലസിക്കുന്ന ഒരു ദിവസമുണ്ട്. സകല ഭാരവും സകല പ്രയാസങ്ങളും സകല വേദനകളും ജീവിതത്തിൽ നീങ്ങി ഇന്നുള്ള മാറയ്ക്ക് പകരം ഒരു മധുരം, ഇന്നുള്ള സകല താഴ്ചയ്ക്ക് പകരം ഒരു ഉയർച്ച, ഇന്നുള്ള സകല നഷ്ടങ്ങൾക്ക് പകരം ഒരു ലാഭം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കൂ. ആത്മീയമായി ഈ ദിവസം ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധി അടയട്ടെ. നിങ്ങളുടെ അവകാശത്തെ വിട്ടുകൊടുക്കല്ല്. വീട് പോയാലും വണ്ടി പോയാലും സമ്പത്ത് പോയാലും ദൈവത്തെന്ന തലമുറ പോകരുത്. വിട്ടുകൊടുക്കല്ല്. ദേശത്തിന് വിട്ടുകൊടുക്കല്ല്, ലോകത്തിന് വിട്ടുകൊടുക്കല്ല്, ജഡത്തിന് വിട്ടുകൊടുക്കല്ല്, പാപത്തിന് വിട്ടുകൊടുക്കല്ല്, പിശാചിന് വിട്ടുകൊടുക്കല്ല്, ശാപത്തിനും മരണത്തിനും വിട്ടുകൊടുക്കല്ല്, അന്യ ആരാധന കേൾപ്പിച്ചു കൊടുക്കല്ല്, അന്യ ഉപദേശത്തിന് വിട്ടുകൊടുക്കല്ല്. അത് നിന്നോട് കൂടുണ്ടായിരിക്കട്ടെ. ഒരു റാഹേലിനെ പോലെ കരയൂ, വേദനിക്കൂ, പ്രാർത്ഥിക്കൂ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുകയാണ്. ദൈവസഭയുള്ള ബന്ധത്തിന്മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുകയാണ്. കുടുംബങ്ങളിൽ അത് കാണാൻ പോകുകയാണ്. തലമുറയിൽ അത് കാണാൻ പോകുകയാണ്.
പ്രാർത്ഥനയുടെ ഗൗരവം അറിഞ്ഞ് പ്രാർത്ഥിക്കൂ. വിഷയങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി പ്രാർത്ഥിക്കൂ. പ്രൈസ് ദി ലോർഡ്. സർവകൃപാലുവായ ദൈവമേ, ഈ രാത്രി അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയുടെ വചനം കേട്ട ദൈവമക്കളായ സകലരെ, ദൈവദാസന്മാരായ ഞങ്ങളെ ഏവരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സഭയായി ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പമില്ലാത്ത ബലഹീനരും രോഗികളുമായിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടുവിശ്വാസികളെ, ആത്മാക്കളെ ദൈവത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി വചനം വ്യാപരിക്കട്ടെ, ഈ വചനം അവിടെ ചെല്ലട്ടെ. ഈ വചനത്താൽ വിടുതൽ നടക്കട്ടെ. അങ്ങയുടെ വചനത്താൽ, ശബ്ദത്താൽ അത്ഭുതകരമായ വിടുതൽ ശാരീരിക മണ്ഡലത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ, മാനസിക നിലയിൽ, കുടുംബാന്തരീക്ഷത്തിൽ, തലമുറകളിൽ, ശുശ്രൂഷ മണ്ഡലത്തിൽ, ദൈവസഭയുടെ കെട്ടുപണിയുടെ കാര്യത്തിൽ, എല്ലാ കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥകളും, എല്ലാ ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥകളും, എല്ലാം മുൻപോട്ട് ചലിപ്പിക്കാതെ, മുൻപോട്ട് നീങ്ങാൻ കഴിയാതെ കെട്ടി ഒതുക്കിയിരിക്കുന്ന അവസ്ഥകളും, എല്ലാ തടങ്കൽ പാറകളും, എല്ലാ സൻബലത്തിന്റെ, തോബിയാവിന്റെ പോർവിളികളും, വെല്ലുവിളികളും, തടസ്സവാദങ്ങളും, എതിരെ കെട്ടിപ്പൊക്കുന്ന എല്ലാ കോട്ട മതിലുകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. ജയം ജനത്തിന്മേൽ ഉണ്ടാകട്ടെ, വിടുതൽ ജനത്തിന്മേൽ ഉണ്ടാകട്ടെ, നീക്കുപോക്ക് ജനത്തിന്മേൽ ഉണ്ടാകട്ടെ, വിടുതൽ തലമുറയുടെ മേൽ ഉണ്ടാകട്ടെ. ദൈവസഭയുടെ കെട്ടുപണിയുടെ മേൽ ഈ രാത്രി എല്ലാ കുരുക്കുകളും അഴിഞ്ഞ് ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ദൈവസഭയോട്, ദൈവവൃത്തിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന എന്നെ, കുഞ്ഞുങ്ങളെ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.